ഭാരതത്തിന്റെ ഇതിഹാസമായ രാമായണം കേവലമൊരു കഥാശ്രവണത്തിനപ്പുറം വ്യാകരണത്തിന്റെയും നിരുക്തശാസ്ത്രത്തിന്റെയും പിൻബലത്തിൽ ഉപനിഷത്തുകൾ പടുത്തുയർത്തിയ അത്യന്തം ഗഹനമായ അദ്വൈത ദർശനമാണ്. അധ്യാത്മരാമായണത്തിന്റെ പ്രാരംഭത്തിൽ ഗ്രന്ഥകർത്താവ് ഉപയോഗിച്ചിരിക്കുന്ന രൂപകം തന്നെ ഇതിന് സാക്ഷ്യമാണ്. വാൽമീകി രാമായണം എന്ന അപാരമായ സമുദ്രത്തിൽ ചെന്ന് ചേരുന്ന ഗംഗാനദിയാണ് അധ്യാത്മരാമായണം. പുരാരിഗിരിസംഭൂത എന്ന ശ്ലോകത്തിൽ പുരസ്യ അരിഹ് എന്ന് ഷഷ്ടി തത്പുരുഷ സമാസപ്രകാരം ത്രിപുരന്മാരുടെ ശത്രുവായ ശിവന്റെ പർവ്വതത്തിൽ നിന്നുത്ഭവിച്ച് രാമചരിതമാകുന്ന സമുദ്രത്തിൽ ഈ നദി ചേരുന്നു. യാസ്ക മഹർഷിയുടെ നിരുക്തപ്രകാരം നദതി ഇതി നദി ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഒഴുകുന്നത്. സമുദ്രജലം ബാഷ്പീകരിക്കപ്പെട്ട് പെയ്യുമ്പോൾ അത് ശുദ്ധജലമാകുന്നു. വ്യാകരണത്തിൽ ഇതിനെ സംസ്കാരം സം പ്ലസ് കൃ പ്ലസ് ഗഞ്ഞ് എന്ന് വിളിക്കുന്നു. വാൽമീകി രാമായണത്തിലെ ഭൗതിക വർണ്ണനകളാകുന്ന ഉപ്പുരസത്തെ തത്വവിചാരത്തിന്റെയും ഭക്തിയുടെയും സംസ്കാരം നൽകി ശുദ്ധീകരിച്ചെടുത്തതാണ്. അധ്യാത്മരാമായണം വാൽമീകിയുടെ ഹൃദയത്തിലുണ്ടായ ശോകം അഥവാ ദുഃഖമാണ് അക്ഷരങ്ങളുടെയും വൃത്തങ്ങളുടെയും നിബന്ധനകളിലേക്ക് ഒതുങ്ങി ശ്ലോകമായി ശ്ലോകത്വമാക പരിണമിച്ചത്. മഹർഷിയുടെ വായിൽ നിന്നും വന്ന മാ നിഷാദ പ്രതിഷ്ഠാം ത്വമഗമ ശാശ്വതി സമാ എന്ന ശ്ലോകത്തിൽ സംസ്കൃത ഭാഷയുടെ അത്യുന്നതമായ ശ്ലേഷാലങ്കാരവും പദച്ഛേദത്തിന്റെ അപാരതയുമാണ് നാം കാണുന്നത്. ആദ്യത്തെ അർത്ഥം കാട്ടാളനോടുള്ള ശാപമാണ്. എന്നാൽ പദച്ഛേദം ചെയ്യുമ്പോൾ മാ എന്നാൽ ലക്ഷ്മിദേവി അഥവാ സീത, നിഷാദ എന്നാൽ വസിക്കുന്നവൻ. അതായത് മാം നിഷീദതി ഇതി മാ നിഷാദ, ലക്ഷ്മിദേവിയെ സദാ വക്ഷസിൽ ധരിക്കുന്ന അല്ലയോ ശ്രീരാമ, അങ്ങ് ശാശ്വതമായ കാലത്തോളം കീർത്തി നേടി വാഴട്ടെ. കാരണം കൃഞ്ച് ധാതുവിന് കൗടില്യം എന്നാണർത്ഥം. കുടില സ്വഭാവമുള്ള രാക്ഷസ ദമ്പതികളിൽ നിന്ന് കാമമോഹിതനായി അധർമ്മം പ്രവർത്തിച്ച രാവണനെ അങ്ങ് വധിച്ചുവല്ലോ. ഒരു ശാപവാക്കിനുള്ളിൽ രാമാവതാര ലക്ഷ്യത്തെ മുഴുവൻ സ്തുതിക്കുന്ന ഈ ശ്ലോകത്തിലാണ് രാമായണത്തിന്റെ ആദിബീജം ഒതുങ്ങിയിരിക്കുന്നത്. വാൽമീകി രാമായണം ഈശ്വരനെ മര്യാദാപുരുഷോത്തമനായ മനുഷ്യനായി ചിത്രീകരിക്കുമ്പോൾ അധ്യാത്മരാമായണം മനുഷ്യനെ സാക്ഷാൽ ഈശ്വരനാക്കി ഉയർത്തുകയാണ് ചെയ്യുന്നത്. ഇവിടെ രാമൻ വെറുമൊരു വ്യക്തിയല്ല, മറിച്ച് ഒരു അനശ്വര തത്വമാണ്. പത്മപുരാണം പറയുന്നു, രമന്തേ യോഗിനോസ്മിൻ ഇതി രാമ, ജീവൻമുക്തന്മാരായ യോഗികൾ ഏത് പരബ്രഹ്മത്വത്തിലാണോ സദാ രമിക്കുന്നത് ആ സച്ചിദാനന്ദ സ്വരൂപമാണ് രാമൻ. അപ്പോൾ സീതയോ? വ്യാകരണപ്രകാരം സിനോതി ഇതി സീത. പരമാത്മാവിന് അധീനയായ ത്രിഗുണാത്മികയായ മൂലപ്രകൃതിയാണ് സീത. സാങ്ഖ്യദർശനത്തിലെ നിർഗുണനായ പുരുഷനും കർമ്മനിരതയായ പ്രകൃതിയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധമാണിത്. ജീവൻ തന്റെ പരമാർത്ഥമറിയാതെ പ്രകൃതിയുടെ ഗുണങ്ങളെ തന്റേതാക്കി മാറ്റുകയും താനാണ് കർത്താവെന്ന് അഭിമാനിക്കുകയും ചെയ്യുമ്പോഴാണ് സംസാരചക്രത്തിൽ പെട്ടുഴലുന്നത്. ഈ അവിദ്യയെ നീക്കാൻ വേദാന്തത്തിലെ അവച്ഛേദവാദത്തിലൂടെ മഹാകാശം, ഘടാകാശം, ജലാകാശം, ജീവനും ജഗത്തും ഈശ്വരനും ഒന്നായിത്തീരുന്ന അദ്വൈതബോധം ശ്രീരാമൻ തന്നെ ഹനുമാന് രാമഹൃദയത്തിൽ ഉപദേശിക്കുന്നു. ഈ അവതാരഭൂമിയായ അയോധ്യയെയും ദശരഥനെയും സൂക്ഷ്മമായി നോക്കുക. അയോധ്യ എന്നാൽ യോദ്ധും അശക്യ അയോധ്യ, അജ്ഞാനമാകുന്ന ദ്വന്ദ്വങ്ങൾക്ക് യുദ്ധം ചെയ്ത് കീഴടക്കാൻ കഴിയാത്ത ഇടം. ദശരഥൻ വെറുമൊരു രാജാവല്ല, മറിച്ച് ദശ ഇന്ദ്രിയാണി രഥാനി യസ്യ സഹ ദശരഥ എന്ന് ബഹുവ്രീഹി സമാസം. 10 ഇന്ദ്രിയങ്ങളാകുന്ന രഥങ്ങളെ നയിക്കുന്ന ഈ മനുഷ്യശരീരം ദശരഥന്റെ പത്നിമാരായ കൗസല്യ, കൈകേയി, സുമിത്ര എന്നിവർ ജീവനിലുള്ള ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്നീ 4 മക്കൾ മാണ്ഡൂക്യോപനിഷത്ത് വ്യക്തമാക്കുന്ന ജീവന്റെ 4 അവസ്ഥകളായ ജാഗ്രത്, വിശ്വൻ, സ്വപ്നം, തൈജസൻ, സുഷുപ്തി, പ്രാജ്ഞൻ, തുരീയം എന്നിവയാണ്. തുരീയ അവസ്ഥയുള്ളതുകൊണ്ടാണ് രാമാവതാരത്തെ പൂർണ്ണാവതാരം എന്ന് വിളിക്കുന്നത്. തീവ്രവൈരാഗ്യം ജീവനിൽ വളരുമ്പോൾ ഈശ്വരൻ തന്നെ ഗുരുവായി വരും.
വിശ്വം മിത്രം യസ്യ സഹ, സർവപ്രപഞ്ചത്തിനും മിത്രമായവനാണ് വിശ്വാമിത്രൻ. ആശനാഭിപാസുകളെ ജയിക്കുകയെന്ന ആത്മീയതയുടെ ആദ്യപാഠം നൽകിയ ശേഷം ഗുരു അവരെ താടകയ്ക്ക് മുന്നിലെത്തിക്കുന്നു. താടയതി ഇതി താടക, ചിത്തമാകുന്ന കാട്ടിൽ ആരെയും പ്രവേശിപ്പിക്കാതെ അഹങ്കരിച്ചു വസിക്കുന്ന കാമം അഥവാ ആഗ്രഹമാണ് താടക. താടകയെ വധിച്ചാൽ മാത്രം പോരാ, അവളോടൊപ്പം ജനിക്കുന്ന സുഖദുഃഖങ്ങളാകുന്ന ദ്വന്ദ്വങ്ങളായ മാരീച് സുബാഹുക്കളെയും ഇല്ലാതാക്കണം. ഇവയെ ജയിക്കുമ്പോഴാണ് കരണശുദ്ധി വരുന്നത്. തുടർന്ന് നാഹല്യ ഇതി അഹല്യ, ഉഴുതുമറിക്കാൻ കഴിയാത്ത കർക്കശമായ മനസ്സിനെ ഭഗവാന്റെ പാദസ്പർശത്താൽ ഭക്തിയുടെ തരിശുഭൂമിയാക്കി മാറ്റുന്ന അഹല്യാമോക്ഷം നടക്കുന്നു. മിഥിലയിലെ മാഹേശ്വരചാപം അഥവാ ശിവന്റെ വില്ല് സദാ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പ്രാണന്റെ 5 വൃത്തങ്ങളാണ്. പ്രാണനെ നിയന്ത്രിച്ച് കേവല കുംഭകം എന്ന നിശ്ചലാവസ്ഥയിലെത്തുമ്പോഴാണ് മാഹേശ്വരചാപം ഭഞ്ജിക്കപ്പെടുന്നത്. അപ്പോൾ ചിത്തത്തിൽ പ്രകാശിക്കുന്ന പരമമായ ബ്രഹ്മവിദ്യയാണ് അയോനിജ-യായ സീതാദേവി. മടക്കയാത്രയിൽ ഭാർഗവരാമന്റെ വില്ലൊടിക്കുന്നത് ജീവനും ഈശ്വരനും തമ്മിലുള്ള ഭേദബുദ്ധിയുടെ സമ്പൂർണ്ണ നിരാസമാണ്. തുടർന്ന് അയോധ്യാകാണ്ഡത്തിൽ നാം കാണുന്നത് പ്രാരബ്ധകർമ്മത്തിന്റെ അനിവാര്യതയാണ്. പ്രാരബ്ധകർമ്മണാം ഭോഗാദേവ ക്ഷയ, പ്രാരബ്ധം അനുഭവത്തിലൂടെ മാത്രമേ ക്ഷയിക്കുകയുള്ളൂ. പൂർണ്ണജ്ഞാനിയായ രാമന് കാട്ടിലേക്ക് പോകേണ്ടി വന്നതിന്റെ പൊരുളിതാണ്. ക്രിയാശക്തിയായ കൈകേയിയെ പ്രേരിപ്പിക്കുന്നത് മന്ദര-യാണ്. മത്നാദി ഇതി മന്ദര, ശാന്തമായൊരു മനസ്സിനെ ഒറ്റനിമിഷം കൊണ്ട് കലക്കിമറിക്കാൻ പോന്ന ജന്മാന്തരങ്ങളായി ജീവനിൽ ഉറഞ്ഞുകിടക്കുന്ന വാസന-യാണത്. ആ വാസന ക്രിയാശക്തിയിലൂടെ പ്രവർത്തിക്കുമ്പോൾ പ്രാരബ്ധം അനുഭവിക്കാൻ ജീവൻ കാട്ടിലേക്ക് പോകുന്നു. രാമൻ പോകുമ്പോൾ ദശരഥൻ മരിക്കുന്നത് ആത്മബോധം ദൃഢപ്പെടുമ്പോൾ ശരീരധർമ്മങ്ങൾ സ്വാഭാവികമായും നിരസിക്കപ്പെടുന്നതിന്റെയും ദേഹാഭിമാനം നശിക്കുന്നതിന്റെയും പ്രതീകമാണ്. അതിർത്തിയിൽ വെച്ച് ഗുഹതി ഗൂഹതി ഇതി ഗുഹ, മറഞ്ഞിരിക്കുന്ന വാസനയായ ഗുഹനെ കണ്ട് ഭഗവാൻ സുമന്ത്രരെയും രഥത്തെയും മടക്കി അയക്കുന്നു. യോഗസാധനയിൽ ലഭിക്കുന്ന അഷ്ടസിദ്ധികളാണ് ഇവ. പ്രാരബ്ധമനുഭവിക്കുന്ന വേളയിൽ സിദ്ധികൾക്ക് പ്രസക്തിയതില്ല. ഭരതി ഇതി ഭരത, ധർമ്മത്തിന്റെ ഭാരം വഹിക്കുന്ന ഭരതൻ ജ്യേഷ്ഠനെ തേടി ചിത്രകൂടത്തിലെത്തുന്നു. വിചിത്രങ്ങളായ ലൗകികാനുഭവങ്ങളുടെ ചിത്രം മധ്യഭാഗമാണ് കൂടം, ചിത്രകൂടം. എന്നാൽ സംസാരക്ലേശങ്ങൾ മാറ്റാൻ കൂടുതൽ കർമ്മങ്ങളിലേക്ക് കടക്കുന്ന ജീവന്റെ പ്രകൃതം പോലെ രാമൻ കർമ്മഫലങ്ങളുടെയും ദണ്ഡനത്തിന്റെയും വനമായ ദണ്ഡകാരണ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. ദണ്ഡ്യന്റെ അത്ര ഇതി ദണ്ഡകാരണ്യം. ആരണ്യകാണ്ഡത്തിൽ അവർ ആദ്യം നേരിടുന്നത് വിരുദ്ധം രാധയതി ഇതി വിരാധ, ആത്മീയ സാധനയ്ക്ക് വിരുദ്ധമായി നിൽക്കുന്ന വിരാധനെയാണ്. വിരാധവധത്തിന് ശേഷം ശരാണാം ഭംഗം യസ്യ സഹ, പ്രാണവായുവിനെ നിരോധിച്ച് കേവലകുംഭകത്തിൽ പൂർണ്ണത നേടിയ ശരഭംഗ മഹർഷിയെ കാണുന്നു. തുടർന്ന് അകം സ്തംനാദി ഇതി അഗസ്ത്യ, അഹങ്കാരമാകുന്ന പർവ്വതത്തെ സ്തംഭിപ്പിച്ച അഗസ്ത്യമുനി സാങ്ക്യ വേദാന്ത ദർശനങ്ങൾ ഉപദേശിക്കുകയും ഓങ്കാരമാകുന്ന വില്ലും തീക്ഷ്ണമായ ജ്ഞാനമാകുന്ന ഖഡ്ഗവും നൽകുകയും ചെയ്യുന്നു. 5 ഇന്ദ്രിയങ്ങളും അടങ്ങി ഏകാഗ്രമായ ചിത്തമായ പഞ്ചവടിയിൽ ജീവൻ വാസമുറപ്പിക്കുന്നു. ഈ പഞ്ചവടിയിലാണ് ഭഗവാൻ ലക്ഷ്മണന് അത്യാസം സൂപ്പർഇംപൊസിഷൻ ഉപദേശിക്കുന്നത്. അതസ്മിൻ തദ്ബുദ്ധി, അല്ലാത്ത ഒന്നിൽ അതാണെന്നുള്ള തോന്നൽ. കയറിനെ പാമ്പായി തെറ്റിദ്ധരിക്കുന്നതുപോലെ അവിദ്യയാൽ ബ്രഹ്മത്തിന് മുകളിൽ അഹങ്കാരം ആരോപിക്കപ്പെട്ടിരിക്കുന്നു. ഈ ശാന്തതയിലേക്കാണ് ശൂർപ്പം ഇവ നഖാനിയസ്യ സ, മുറും പോലുള്ള നഖങ്ങളുള്ള ശൂർപ്പണക വരുന്നത്. സംസാരത്തിലെ ഏറ്റവും പ്രബലമായ വിപത്തായ വിഷയാസക്തി അഥവാ കാമം ആണത്. ഇതിനെ നിഷേധിച്ചതുകൊണ്ടാണ് രജോഗുണത്തിന്റെ പൂർണ്ണരൂപമായ രാവണൻ, രാവയതി ഇതി രാവണ, സദാ അശാന്തനായി ലോകത്തെ കരയിപ്പിക്കുന്നവൻ വരുന്നത്. സദാ ആഹാരനിദ്രകളിൽ മുഴുകിക്കഴിയുന്ന തമോഗുണമാണ് കുംഭകർണൻ. സത്വഗുണമാണ് വിഭീഷണൻ. ഇവരെല്ലാവരും വസിക്കുന്ന സദാ സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്ന അശാന്തമായ ചിത്തമാണ് ലങ്ക. രാവണൻ കാനൽജലമാകുന്ന മിറാജ് മാരീചന്റെ സഹായം തേടുന്നു.
ഭോഗിയായ ഒരാൾ സന്യാസിവേഷം കെട്ടിയാലും ബ്രഹ്മവിദ്യയാകുന്ന സീതയെ നേർവഴിയിൽ പ്രാപിക്കാൻ കഴിയില്ല. പരോക്ഷജ്ഞാനവും തീവ്രമായ വൈരാഗ്യവുമായ ജടായുവിന്റെ ചിറകരിയുമ്പോൾ ബ്രഹ്മവിദ്യ സീത ജീവന് നഷ്ടപ്പെടുന്നു. നഷ്ടപ്പെട്ട ജ്ഞാനത്തെ വീണ്ടെടുക്കാൻ നിരന്തരമായ സത്സംഗം കൊണ്ടും നിഷ്കളങ്കമായ സേവനം കൊണ്ടും പൂർണ്ണതയിലെത്തിയ ശബരിയുടെ നവതാഭക്തി ജീവന് വഴികാട്ടിയാകുന്നു. കിഷ്കിന്ധാകാണ്ഡത്തിൽ പാപത്തിന്റെ വിപരീതരൂപമായ പമ്പ ചിത്തശുദ്ധി തീരത്ത് ജീവന് സമാധാനം ലഭിക്കുന്നു. ചിത്തം നിർമ്മലമാകുമ്പോൾ സുഷ്ടുഗ്രീവായസ്യ സ സുഗ്രീവ വിവേകമായ സുഗ്രീവൻ ഉണരുകയും വിവേകത്തിന്റെ ശത്രുവായ ബലേന അഹങ്കാരേണ ജീവതി ഇതി ബാലി അവിവേകമായ ബാലിയുമായി ഏറ്റുമുട്ടുകയും ചെയ്യുന്നു. നൈഷ്ഠിക ബ്രഹ്മചര്യമായ ഹനുമാൻ അവരെ കൂട്ടിയിണക്കുന്നു. ബാലിയെ വധിക്കാൻ ഭഗവാൻ ദുന്ദുഭിയുടെ അസ്ഥികൂടം ദേഹാഭിമാനം ദൂരേക്ക് വലിച്ചെറിയുകയും 7 കരിമ്പനകളെ അഥവാ സപ്തസാലങ്ങളെ സപ്തധാതുക്കളുടെ വികാരങ്ങളെ ഒറ്റ ശരം കൊണ്ട് ഛേദിക്കുകയും ചെയ്യുന്നു. വിവേകിയായ സുഗ്രീവനോടൊപ്പം ചേരുമ്പോൾ സംസാരസമുദ്രത്തിൽ നിന്ന് കരകയറ്റുന്ന പ്രണവം ആണ് താര. സംസാരസാഗര അത് താരയതി ഇതി താര. സീതയെ അന്വേഷിച്ചിറങ്ങുന്ന ഉപനിഷത്ത് വാക്യങ്ങളായ വാനരന്മാർ ഹൃദയഗുഹാകാശത്തിൽ വാസനാമാലിന്യങ്ങളില്ലാത്ത ആത്മചൈതന്യമായ സ്വയംപ്രഭയെ ദർശിക്കുന്നു. തുടർന്ന് ജടായുവിന്റെ ജ്യേഷ്ഠനായ സമ്പാദിക്ക് സമ്പതതി ഇതി സമ്പാദ്യ ചിറകു മുളയ്ക്കുന്നു. അതായത് നഷ്ടപ്പെട്ടുപോയ ജ്ഞാന വൈരാഗ്യങ്ങൾ ജീവനിൽ വീണ്ടും പൂർണ്ണമായി മുളച്ചുവരുമ്പോൾ മാത്രമേ ബ്രഹ്മവിദ്യ എവിടെയാണെന്ന് ദർശിക്കാൻ സാധിക്കൂ. സുന്ദരകാണ്ഡത്തിൽ വ്യാകരണപ്രകാരം സുഷ്ടു നന്ദയതി ഇതി സുന്ദരം ജീവന് ബ്രഹ്മവിദ്യയെ കണ്ടെത്താൻ കഴിയുന്ന ആത്മസാക്ഷാത്കാരത്തിന്റെ മുഹൂർത്തം സംസാരത്തിൽ മറ്റെന്തിനേക്കാളും സുന്ദരമാണ്. ഹനുമാൻ ഈശ്വരാർപ്പണ ബുദ്ധിയോടെ സംസാരസമുദ്രം സംസരതി ഇതി സംസാര ചാടിക്കടക്കുന്നു. ലൗകിക സുഖങ്ങളാകുന്ന മൈനാകം വിക്ഷേപശക്തിയായ സുരസ ആവരണശക്തിയായ അഥവാ പൂർവവാസനയായ ഛായാഗ്രാഹിണി സിംഹിക എന്നീ തടസ്സങ്ങളെ അതിജീവിച്ച് സദാ സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്ന ചിത്തമാകുന്ന ലങ്കയിൽ ലങ്കതെ ഇതി ലങ്ക പ്രവേശിക്കുന്നു. പ്രാണനായ വായുവിന്റെ അനുഗ്രഹത്താൽ ശോകമില്ലാത്ത അശോകവനത്തിൽ സീതയെ കണ്ടെത്തുന്നു. ഭഗവാന്റെ കർമ്മത്തിന്റെ പ്രതീകമായ മോതിരം സമർപ്പിക്കുമ്പോൾ ബ്രഹ്മവിദ്യ തിരികെ നൽകുന്നത് ജ്ഞാനത്തിന്റെ പ്രതീകമായ ചൂടാരത്നമാണ്. ആത്മബോധത്താൽ ജ്വലിക്കുന്ന ജ്ഞാനാഗ്നി കൊണ്ട് ലങ്കയാകുന്ന ചിത്തത്തെ മുഴുവൻ ദഹിപ്പിച്ചുകൊണ്ട് ഹനുമാൻ മറുകരയിലേക്ക് കുതിക്കുന്നു. യുദ്ധകാണ്ഡത്തിൽ നാം കാണുന്നത് ഉപനിഷത്തുകളുടെ താത്പര്യമായ മായാവിജയവും ആത്മബോധവും സാധ്യമാകുന്ന മനുഷ്യചിത്തത്തിലെ ആന്തരികമായ യുദ്ധമാണ്. ശ്രുതിവാക്യങ്ങളായ വാനരന്മാർ വിവേകത്തിന്റെയും പരമചൈതന്യത്തിന്റെയും നേതൃത്വത്തിൽ ഒരുമിക്കുമ്പോൾ അവയ്ക്ക് യാതൊരു വൈരുദ്ധ്യവുമില്ലാതാവുന്നു. വനേ രമന്തേ ഇതി വാനര. അഹങ്കാരം വെടിയാതെ ഇന്ദ്രിയങ്ങളെ ജയിച്ച ഇന്ദ്രജിത്ത് ലക്ഷ്മണന്റെ നിഷ്കാമ തപസ്സിനാൽ വധിക്കപ്പെടുന്നു. വ്യാജഗുരുവായ കാലനേമിയെ കാലസ്യനേമി ഹനുമാൻ വിവേകം കൊണ്ട് തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നു. ഒടുവിൽ വിഭീഷണൻ സത്വഗുണം കാണിച്ചുകൊടുത്ത മർമ്മസ്ഥാനത്തേക്ക് ഭഗവാൻ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുമ്പോൾ രജോഗുണം രാവണൻ പൂർണ്ണമായും നശിക്കുന്നു. സീതാദേവിയുടെ അഗ്നിപരീക്ഷ എന്നത് ബ്രഹ്മവിദ്യയ്ക്ക് യാതൊരു മാലിന്യവും ഏറ്റിട്ടില്ല എന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്തിക്കൊടുക്കുന്ന പ്രക്രിയയാണ്. ഉത്തരകാണ്ഡത്തിലാണ് രാമായണത്തിന്റെ ദാർശനിക പൂർണ്ണത കുടികൊള്ളുന്നത്. ബിഭർത്തി ഇതി ഭ്രാത തന്നെ സർവാത്മന സംരക്ഷിക്കുന്നവനാണ് സഹോദരൻ എന്ന വ്യാകരണ നിയമം രാമലക്ഷ്മണ ഭരതന്മാരിൽ മാത്രം പ്രകാശിക്കുന്നു. അഗസ്ത്യൻ വെളിപ്പെടുത്തുന്ന രാവണന്റെയും വാനരന്മാരുടെയും ഉത്പത്തിരഹസ്യങ്ങൾ പ്രപഞ്ചത്തിലെ ഗുണങ്ങളുടെയും അവിദ്യയുടെയും സൃഷ്ടിശാസ്ത്രമാണ്. അവിദ്യയാകുന്ന തടാകത്തിൽ വീണ് അഹങ്കാരപ്രതിഭാസങ്ങളിൽ ഭ്രമിക്കുമ്പോഴാണ് ജീവന് സ്വരൂപനാശം സംഭവിക്കുന്നത്. ഭക്തനെ ഈശ്വരൻ ഒരിക്കലും കൊല്ലുകയില്ല എന്നറിയാവുന്ന രാവണൻ ഈശ്വരനാൽ വധിക്കപ്പെട്ട് മോക്ഷം നേടാൻ സ്വീകരിച്ച വിരോധഭക്തിയാണ് സകല അധർമ്മങ്ങൾക്കും കാരണം. ലൗകിക ദൃഷ്ടിയിൽ അപവാദം ഭയന്ന് ഭാര്യയെ ഉപേക്ഷിച്ചതാണെങ്കിലും വേദാന്ത ദർശനത്തിൽ സീതാപരിത്യാഗം അദ്വൈത സിദ്ധാന്തത്തിന്റെ പൂർണ്ണതയാണ്. സീത ബ്രഹ്മവിദ്യയാണ്.
അജ്ഞാനമാകുന്ന രാവണനെ വധിച്ച് ജീവൻ മുക്തിയിലേക്ക് എത്തുമ്പോൾ അവനെ സഹായിച്ചത് ഈ ബ്രഹ്മവിദ്യയാണ്. എന്നാൽ പരമമായ നിർഗുണ ബ്രഹ്മാവസ്ഥയിലേക്ക് മടങ്ങുന്ന ജീവൻമുക്തനായ ഒരു യോഗിക്ക് അവസാനം ഈ വിദ്യയെയും ഉപേക്ഷിക്കേണ്ടതുണ്ട്. വിദ്യ വിഹായ. ലക്ഷ്മണന് ഭഗവാൻ ഉപദേശിക്കുന്ന രാമഗീത അദ്വൈത ദർശനത്തിന്റെ സാരസർവസ്വമാണ്. കർമ്മജ്ഞാന സമുച്ചവാദത്തെ ഭഗവാൻ ഖണ്ഡിക്കുന്നു. അജ്ഞാനം കർമ്മം കൊണ്ട് ഒരിക്കലും നശിക്കില്ല. തത്ത്വമസി, അത് നീ ആകുന്നു എന്ന മഹാവാക്യം ജഹദജഹല്ലക്ഷണ അഥവാ ഭാഗത്യാഗലക്ഷണ യിലൂടെ മാത്രമേ ഗ്രഹിക്കാനാകൂ. അതായത് സർവജ്ഞനായ ഈശ്വരന്റെയും അല്പജ്ഞനായ ജീവന്റെയും ഉപാധികളെ ത്യജിച്ച് രണ്ടിന്റെയും അധിഷ്ഠാനമായ ശുദ്ധബോധം ജീവനിലും ഈശ്വരനിലും ഒന്നാണെന്ന് അനുഭവത്തിൽ അറിയുന്നു. ഒടുവിൽ ലക്ഷ്മണനെ ഉപേക്ഷിച്ച് ഭഗവാൻ സരയു നദിയിലേക്ക്, സരതി ഇതി സരയു, നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, ഇറങ്ങുന്നു. ഈ ജലപ്രവേശം കേവലം ഒരു മരണമല്ല, വിദേഹമുക്തിയുടെ പരമാത്മാവിലേക്കുള്ള ജീവാത്മാവിന്റെ മഹാപ്രയാണമാണത്. നദികൾ സമുദ്രത്തിൽ ലയിക്കുന്നതുപോലെ അയോധ്യയിലെ സകല ജീവനുകളും നാമരൂപങ്ങളെല്ലാം വെടിഞ്ഞ് പരമമായ സച്ചിദാനന്ദ സ്വരൂപത്തിൽ പൂർണ്ണമായും വിലയം പ്രാപിക്കുന്ന ആ മഹാമുഹൂർത്തത്തോടെ ഭക്തിയുടെയും ജ്ഞാനത്തിന്റെയും ഈ അനന്തമായ അധ്യാത്മശബ്ദയാത്ര അതിന്റെ സമ്പൂർണ്ണതയിലെത്തുന്നു.